ഹായ് സുഹൃത്തുക്കളെ, ഈ ഏപ്രിൽ മാസത്തെ പൊതുവായിട്ടുള്ള ഒരു മാസത്തെ ഫലം ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് ഒരു കാരണവശാലും നമ്മൾ ചൊവ്വയെ കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ കേതു രാഹുക്കളെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം കേതുവും രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ബാഡ് പ്ലാനറ്റ് ആണ്. അപ്പം നമ്മുടെ ബർത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരാനുള്ള കഴിവുള്ള ഇതാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാരുടെ ബർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേതു ചൊവ്വ ഒക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് മൾട്ടിപ്പിൾ ആക്സിഡന്റ്, മൾട്ടിപ്പിൾ സർജറികൾ നടത്താൻ, മൾട്ടിപ്പിൾ ആക്സിഡന്റ് നടത്താനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഈ ഗ്രഹങ്ങൾ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്ന സമയമാണെന്നൊരു 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. അല്ലെന്നൊരു കേതു പാസ് ചെയ്താൽ 100% ആക്സിഡന്റ് പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വൃത്തിയാട്ടുകാർക്ക് മാത്രമേ അത് അഫക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ബ്ലഡ് ദാനം ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കുത്തിയിട്ട് ശകലം ബ്ലഡ് ഭൂമിക്ക് ഇടയ്ക്കൊന്ന് ദാനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുമ്പോഴത്തേന് അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പോകാനും എടുക്കാനും ഒക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക, പല അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാത്രമല്ല അതൊരു മംഗളകർമ്മം കൂടെയാണ്. ആർക്കെങ്കിലും ഒക്കെ ഒരു അവരുടെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കർമ്മം കൂടാണ് ഇതിനുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇതിനകത്ത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ശനിയുടെ മേടി ശനിയൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന രീതിയിൽ ചിലപ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ മോശം ഇതാണെന്ന് വരി ചില ആൾക്കാരെ പട്ടി കടിക്കാനോ അല്ലെ കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാന്, സ്കൂട്ടറിൽ 2 വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാലിനൊക്കെ ആക്സിഡന്റ് പറ്റാനും എടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് പറയുക. അപ്പം ആ ഒരു ഓരോ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും അത് നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല. കാരണം ഓരോരുത്തരുടെയും പ്ലാനറ്ററി പൊസിഷൻ, അതായത് ഗ്രഹങ്ങളുടെ ഓരോ കോമ്പിനേഷൻ എന്നാണ് ഡിഫറൻറ്റാണ്. അതനുസരിച്ച് ഇപ്പൊ ഒരു നാളില് 100 പേര് ജനിച്ചു കഴിഞ്ഞാൽ 100 പേരും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കുറച്ച് കാര്യങ്ങൾ കർമ്മ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ മാച്ചാകും എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കാരണം അതിന്റെ ആ പ്ലാനറ്ററി കണക്ടിവിറ്റിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ശുക്രന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകും. നമ്മുടെ ബൃഹനാടിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാഹു കേതുവിന്റെ കാര്യം പറഞ്ഞു. അതേമാതിരി ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് 4-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അല്ലെന്നൊരു 13-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അതുമല്ലെന്നൊരു 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെ, അമിത്ഷാ ഒക്കെ 22-ാം തീയതി ജനിച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു റോബിൻ ഹുഡിന്റെ ക്യാരക്ടർ അല്ലെ രാഹുവിന്റെ ആയിട്ടുള്ള ഒരു എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേമാതിരി 7-ാം തീയതി ജനിക്കുന്നത്, 16-ാം തീയതി ജനിക്കുന്നത്, 25-ാം തീയതി ജനിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കേതുവിന്റെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ ഈ കേതുവൊക്കെ പല കേസിലും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് തണ്ടലിന്റെ നടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഏത് ഗ്രഹമായാലും 6-ലും 8-ലും 12-ലും പൊതുവെ അങ്ങനെ നല്ലതല്ല. പ്രത്യേകിച്ച് 6, 8 എന്നൊക്കെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ 8 പൊസിഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ കളി എന്നാണ് പറയുന്നത്. അതായത് മരണവും ഡെത്തും കാര്യങ്ങളൊക്കെ പ്രൊഡിക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനുപരി ഒരുപാട് ലോട്ടറി, വലിയൊരു ലോട്ടറി അടിക്കുക, വലിയൊരു സമ്പത്ത് അടിക്കുക, വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉള്ളതും ഈ 8ാമത്തെ 8th പൊസിഷൻ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ ബുധനായാൽ പോലും 8th ഹൗസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ അലർജി, കടങ്ങളെ അല്ലെന്ന രീതിയിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം മുടങ്ങാൻ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ബുധനൊക്കെ കണക്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇടയ്ക്ക് തടസ്സപ്പെടാൻ, അല്ലെങ്കിൽ കടങ്ങൾ വരാൻ, അതും അല്ലെന്നൊരിൽ ഈ പറഞ്ഞ സ്കിൻ അലർജി, ചില ആൾക്കാർക്ക് വെരിക്കോസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബർത്തിയായിട്ട് കണക്ട് ആയിരിക്കണം. അതായത് 1592617371148 അങ്ങനെ കണക്ടിവിറ്റി ഉണ്ട്. ആ ഒരു രീതിയിൽ ഞാനീ പറയുന്ന വേദിക് അസ്ട്രോളജി അല്ല. വേദിക് അസ്ട്രോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ബൃഹനാടിക്കകത്തൊക്കെ ഓരോ കാര്യങ്ങളും കറക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും ഇലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ന് ജോലി കിട്ടും, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്ന് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ A to Z പറയാൻ കഴിയുമോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ബുധൻ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ വേറെ വീട്ടിലെ ചിലപ്പോൾ ബൾബൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾക്ക് അത് ചെക്ക് ചെയ്യുക.
അതേമാതിരി വിട്ടുമാറാത്ത ഈ ഒരു സ്കിൻ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ശുക്രനായാലും വയറുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ഡയറക്ഷനിലും ആണെങ്കിലും നമുക്ക് റോങ് ആയിട്ടുള്ള ടോയ്ലറ്റിന്റെ ഒക്കെ പൊസിഷൻ വന്നാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നമാണ്. നമ്മളത് പല വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഇതിനകത്ത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതേപോലെ നമ്മുടെ വീട്ടിലെ ചില ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് പോലും ഇങ്ങനെ പൊട്ടി വെള്ളം പോവുക റെഗുലറായിട്ട്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന് നെഗറ്റീവായിട്ടുള്ള വരും. ചന്ദ്രൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. നമുക്ക് ഇമോഷണലായിട്ട് ആവശ്യമില്ലാത്ത ഫീലിംഗ്, ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ബർത്തിയാട്ടില് നമ്മുടെ ലഗ്നത്തിലൊക്കെ 3.2 ഡിഗ്രിയിലൊക്കെ ചന്ദ്രനൊക്കെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് 100% ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗ്നവുമായിട്ട് ചന്ദ്രനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ്, അതല്ലെന്നൊരു പ്രത്യേകിച്ച് കേതു ചന്ദ്രൻ കണക്ട് ആണെന്നൊരു 100% അവർക്ക് മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ 100%. ഇങ്ങനെ ഓരോ ഗ്രഹത്തെ പറ്റിയും അപഗ്രഥിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോ ലോങ് ആയിപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലോട്ട് കടക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പല വീഡിയോയ്ക്കകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജനങ്ങൾക്ക് പോലും ചില ആൾക്കാർക്ക് ഓഡിയൻസിന് ബോർ ആകുന്ന ടൈപ്പുള്ള ഒരു കമന്റും ഇടയ്ക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതേപ്പറ്റി ആ ഒരു പല ടൈപ്പുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവഗ്രഹമാണ്. ഈ പറയുന്ന ജൂപ്പിറ്ററും അതായത് വ്യാഴം, ഈ വ്യാഴവും മറ്റൊരു ബുധന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ശനി, ചില പൊസിഷന്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സബ്ജക്ട് വളരെ ഇഷ്ടമായിരിക്കും. അതേമാതിരി നമ്മുടെ ഈ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലർ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതാണ്. കാരണം ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഈ കൊടുത്തേക്കുന്നതായിട്ടുള്ള കറക്റ്റ് ഒരു പ്രഡിക്ഷൻ, ഈ ഒരു എത്ര സ്റ്റാർ വരെ ഉണ്ടെന്നുള്ളത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള മന്ത്ലി പ്രഡിക്ഷൻസ് എല്ലാ പ്രാവശ്യവും കിട്ടും. അത് തന്നെയല്ല നിങ്ങൾക്ക് ഇനി അല്ലെന്നൊരു ഇത് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു പെയ്ഡായിട്ടുള്ള രീതിയിൽ പോകാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രഡിക്ഷന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡായിട്ടുള്ള രീതിയിൽ അല്ലെന്നൊരു നിങ്ങൾക്ക് ഒരു ടൈം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ അത്ര ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അതൊന്നും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മലയാളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ചാനലിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത്, ട്രാവല്, ഫൈനാൻസ്, കരിയർ അല്ലെങ്കിൽ റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്ട് എത്ര സ്റ്റാർ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വരാം. നിങ്ങൾ നോക്കി ഈ ഒരു പ്രഡിക്ഷന്റെ എത്ര അക്യുറസി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 2-3 മാസം ഇത് കണ്ടു കഴിയുമ്പോഴത്തന്നെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇങ്ങനെ വീഡിയോസ് കാണാൻ പറ്റും. നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓരോരുത്തരും വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതും നടന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ായിട്ടുള്ള സമയം പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ഗ്രഹങ്ങൾ അറിയാതെ ഇവിടെ ഒരു ചലനവും ഒന്നും ജീവിതത്തിൽ ഒരാൾക്കും സാധ്യമല്ല. കാരണം പല ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. 100% നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റി. ഇന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ജീവിതത്തിൽ, ഇന്ന സമയത്ത് സാലറി ഹൈക്ക്, അങ്ങനെയൊക്കെ ഉള്ള A to Z പറയാനുള്ള സംവിധാനമുണ്ട്. കന്നിരാശിയെ നോക്കിക്കഴിഞ്ഞാൽ കന്നിയുടെ നക്ഷത്രാധിപൻ എന്നുള്ള ബുധനാണ്. അതുപോലെ ഇതിന്റെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര. ഉത്തരത്തിന്റെ ഒടുവിലത്തെ 3 പാദങ്ങള് അത്തമുണ്ട്. പിന്നെ ചിത്തിരയുടെ ആദ്യത്തെ അരഭാഗം. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉത്തരത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ബുധകർമ്മയാണ്. അതുപോലെ ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബുധനും പിന്നെ 2 ബുധനാണ്, ബുധനും സൂര്യനും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ആൾക്കാർക്ക് മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടറെ, നേഴ്സിംഗ് ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകളിലൊക്കെ ശോഭിക്കാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഇതാണ്. അതുപോലെ ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ കൂടെ ഗ്രഹമാണ്, ബിസിനസിന്റെ ഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ
അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ, അതുപോലെ സൂര്യന്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ്, ലീഡർഷിപ്പ്, ഈഗോയെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബുധനും ഒക്കെ എന്നാണ് അപ്പൊ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളതും അല്ലെ സർജറി റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീൽഡിലൊക്കെ ശോഭിക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്ലാനറ്ററി ആ ഒരു കോമ്പിനേഷന്റെ ഒരു കർമ്മ വെച്ച് പറഞ്ഞാണ്. പക്ഷെ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് പറയാം, ഏറ്റവും കാര്യങ്ങൾ പറയാൻ പറ്റും. നമുക്ക് എപ്പോഴാണ് ജീവിതത്തിൽ എപ്പോഴേ നമുക്ക് ശമ്പളം കിട്ടും, ആദ്യത്തെ സാലറി എപ്പോൾ കിട്ടും, അങ്ങനെ ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലെ ത്രൂ ഔട്ട് അല്ല കല്യാണം കഴിക്കാനുള്ള സാധ്യതകളെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കും. അതുപോലെ അത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ആയാലും ഇവർക്ക് ചന്ദ്രനെ, ഗുരു, അതുപോലെ ചന്ദ്രനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഗുരുകർമ്മം. അപ്പൊ ഈ ചന്ദ്രന്റെ ആയിട്ടുള്ള ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇവരുടെ മുഖമൊക്കെ ഒരു ചെറിയ മുഖം ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അതുപോലെ ഗുരു കർമ്മ, അപ്പൊ ആ ഗുരുവിന്റെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിന്, ബാങ്കിങ്, ഫൈനാൻസ്, അതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ, അല്ലെന്നൊരു ഫുഡ് ഇൻഡസ്ട്രി, അല്ലെന്നൊരു ഈ പറഞ്ഞ ഈ എന്തെങ്കിലും കൃഷിയോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമാണ് ഈ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാല്. അപ്പൊ അതുപോലെ ബുധൻ എന്ന് പറയാം, ഈ ബുധൻ എന്ന് പറഞ്ഞാൽ മെഡിക്കലിലെ, കമ്പ്യൂട്ടർ, അല്ലെ ബിസിനസ്, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ശോഭിക്കാനായി, അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാന്, അല്ലെന്നൊരു ഇങ്ങനെ ഒരുപാട് ആംഗിളിൽ നമുക്കല്ല ബേക്കറി ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യാന്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു റേഡിയേഷൻ വെച്ച് തന്നെ പറയാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നോക്കിക്കാൻ ചിത്തിരയാണെന്നൊരു ബുധന് കമ്മ്യൂണിക്കേഷൻ്റെ ആയിട്ടുള്ള ഒരു ഗ്രഹമേ, അങ്ങനെയൊക്കെ ഉള്ള ഒരിത്, അല്ലെന്നൊരു ചൊവ്വ, ശുക്രന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യ പിടിവാശി, ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സെക്ഷൽ എനർജിയാണ്. അപ്പൊ പ്രത്യേകിച്ച് ശുക്രനും ചൊവ്വായും കൂടെ നിൽക്കുമ്പോൾ ഒരു ഹൈ സെക്ഷൽ എനർജിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷന്, അതുപോലെ ബുധൻ എന്ന കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്. ഈ ഒരു രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ. ഇതൊരു ആമുഖമായിട്ട് ഉള്ള രീതിയിൽ പക്ഷെ ഇങ്ങനും പല കാര്യങ്ങളും പറയാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവർക്ക് പല രീതിയിൽ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ നല്ല എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം, അതുപോലെ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങള്, അതുപോലെ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വെക്കാന്, വീട് മോടി പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സമയം. വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വണ്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതല്ലെന്നിനി വണ്ടി മോടി പിടിപ്പിക്കാന്, വീടിനൊക്കെ ഉള്ള നല്ല തറക്കല്ലിട മംഗളകർമ്മങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമാണ്. രാഹു, അതുപോലെ നല്ല ശുക്രനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവൻ ലോട്ടറി വരെ അടിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെന്നൊരു വളരെ നല്ലതാണ്. വിദേശത്ത് പോകാനും വിദേശത്ത് എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ എടുക്കാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം. വിദേശത്തുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയങ്ങളെ. അതുപോലെ ഏപ്രിൽ 19 കഴിയുമ്പോഴത്തേന് പല രീതിയിൽ ഇവർക്കൊരു അനുകൂലമായിട്ട് വരാനും, ഇവരുടെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാനും എടുക്കാനും, അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താന്, അതുപോലെ വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ, ഇവരുടെ പ്രോപ്പർട്ടി ഒക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളെ, കുട്ടികളില്ലാത്തപ്പോൾ കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളെ, അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല നമ്മൾ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കാം. ഈ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി ഇതിനകത്ത് നോക്കുമ്പോൾ ഇപ്പൊ ഹെൽത്ത് നോക്കി 4 സ്റ്റാർ ഉണ്ട്. ടോട്ടൽ 5 സ്റ്റാർ ആണ് ഉള്ളത്. 5 സ്റ്റാറിൽ 4 സ്റ്റാർ ഉണ്ട്. അതുപോലെ ട്രാവല് 4 സ്റ്റാർ ഉണ്ട്. അതുപോലെ ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ, റൊമാൻസ് 2 സ്റ്റാർ, അല്ലെന്നൊരു ഈ പറഞ്ഞ ഒരു ഫൈനാൻസ് 2 സ്റ്റാർ, സ്റ്റഡി 1 സ്റ്റാർ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഒരു ചാനലിലും ഈ ഒരു രീതിയിലുള്ള പ്രൊഫഷണലി ഒറ്റ ഒരാളും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് മന്ത്ലി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ കല്യാണമൊക്കെ കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ വിവാഹാലോചനകൾ വരാന്, നല്ല വീട്ടിലൊക്കെ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാന്, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ പങ്കിടാനൊക്കെ ഉള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഏപ്രിൽ 19 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് വെളിയിലൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലും വിദേശത്ത് പോകാനോ, അല്ലെന്നൊരു എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് നോക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലോങ് ജേർണി ചെയ്യാനോ,
അല്ലെങ്കിൽ ഒരു വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മാറാൻ IELTS അങ്ങനെയൊക്കെ ഉള്ള എക്സാം ഒക്കെ എഴുതി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഈ ഹയർ സ്റ്റഡീസുമായിട്ടുള്ള കാര്യത്തിൽ തീസീസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ്. മാത്രമല്ല നല്ല എന്തെങ്കിലും ഒരു സ്പെക്കുലേറ്റീവ് ഗെയിൻ അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു ഗെയിൻ ഉണ്ടാകാൻ എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പാർട്ട്ണർഷിപ്പ് നോക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ കല്യാണ ആലോചനകൾ വരാനും, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹാലോചനകൾ വരാനും, അങ്ങനെ കല്യാണം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വിദേശത്തുള്ള ഹസ്ബൻഡ് വൈഫ് ഒക്കെ കണ്ടുമുട്ടാനും, നാട്ടിൽ വരാനും കണ്ടുമുട്ടാനും, നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാനും ഒക്കെ ഉള്ള ഒരു നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പൈസ ഒക്കെ ലോങ്ങായിട്ട് കിട്ടാക്കടമൊക്കെ കടന്ന ആൾക്കാരൊക്കെ അതിലൊരു ഒരു സാവകാശം വന്നെത്താനും എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് ഈ ഒരു സമയത്ത് ഈ പൈസ ഒക്കെ കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ മോശമല്ല. അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ആ ബിസിനസ്സിനകത്തുനിന്ന് നല്ല ഉയർച്ച ഉണ്ടാകാന്, എടുക്കാന്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാന്, അങ്ങനെ പൊതുവെ പല രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ.